നമ്മുടെ ആൾ പണി കഴിഞ്ഞ് വന്നിട്ടാ കുറച്ച് റൊട്ടി ഇട്ട് കൊടുക്കാം കറി എങ്ങനെയാണെന്ന് നോക്കാം. ഹെവൻ വേ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിലത്തെ ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. കണ്ടോളൂ കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ആരും നമ്മളെ ലൈക്ക് ചെയ്യണില്ല, ആരും നമ്മളെ സപ്പോർട്ട് ഇപ്പോൾ ചെയ്യുന്നുമില്ല. വളരെ കുറവായി, ആദ്യത്തെക്കാളും കുറവായി. എനിക്കറിയാം എൻ്റെ വീഡിയോസിന് കുറവായിരിക്കാമെന്നും. ഞാൻ എല്ലാവരോടും സോറി ചോദിക്കണം കേട്ടോ. സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു ആഗ്രഹമായിരുന്നു ബോട്ടി കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അത് രാവിലെ എന്തായാലും പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുർബാനയ്ക്ക് എണ്ണ ഇറക്കം ചെയ്യാം, ആൾക്ക് പോയി വാങ്ങുകയും ചെയ്യാം. അങ്ങനെയായിട്ട് ഞങ്ങൾ വാങ്ങാൻ പോയിട്ടാണ്. മോളും ചേട്ടനും കൂട്ടിയിട്ടാണ് വാങ്ങാൻ പോയത്. ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് രാവിലെ അല്ലേ, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ നല്ല തിരക്കായിരിക്കും. നല്ല രസമാണല്ലോ അല്ലേ, കാലത്ത് നേരം കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ സൂപ്പർ വൈബാട്ടോ. ഞങ്ങളുടെ വഴിയിൽ താഴത്തെ ബസ്സാണ് കേട്ടോ. കണ്ടോ, നന്നായി വൃത്തിയിൽ കഴുകണം. തിളപ്പിക്കണം കേട്ടാ. നന്നായി തിളപ്പിച്ച് ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, അത് പോകാനായിട്ടേ നമ്മുടെ വെറുതെ പച്ചവെള്ളത്തിലിട്ട് നമ്മളെ തിളപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അത് ഇറങ്ങുമ്പോഴേ ചെയ്യണം കേട്ടാ. എന്താവും നമുക്ക് ലാസ്റ്റ് പറയാം. ഞങ്ങൾ ചിമ്പൂട്ടണ്ട കാലിലെ കറങ്ങാൻ നിൽക്കണം. ഞങ്ങൾ പൂച്ചേനെ ഭയങ്കര ദേഷ്യാണ്. കൈ തന്നെ ചിമ്പൂട്ടാ. ഇത് വാ, ഇത് വാ, വേണമെങ്കിയേക്ക ഗായ്സ്, നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി ഓർക്ക ഉണ്ടായിക്കണം. ആദ്യമായിട്ടായി പൂവുണ്ടാവണേ. ഇങ്ങനെ തിളക്കണം കേട്ടോ. വെട്ടിന്ന് പറയണം. നമ്മുടെ ഇങ്ങനെ തീ കത്തിച്ച് സാധനം ഇങ്ങനെ തിളച്ച് അതിൻ്റെ ഒരു കുത്ത് സ്മെല്ലൊക്കെയാണ്, അതൊക്കെ പോകണം കേട്ടോ. സെറ്റായാലും നമ്മുടെ ഇനി അടുത്ത സെക്ഷൻ നമുക്ക് കുക്കറിലൊക്കെ അടിക്കണം കേട്ടോ. വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചെരുവുകൾ ചേർക്കാമേ. ഞാൻ ഒരു സവാള ആയിട്ട് എടുത്തിരിക്കുന്നത്, 4 പച്ചമുളക്, 2 തണ്ട് വേപ്പില, 1.5 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി പിന്നെ നമ്മൾ കണക്ക് പറയാൻ അറിയില്ല, എന്നാലും ഞാൻ പറയണം ഒരു ഇത്ര മാറി കുട്ടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഗുണം അത്രത്തോളം നമുക്ക് നല്ലതാണല്ലോ. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കാം. നമ്മുടെ കറിക്കനുസരിച്ച് നമുക്ക് പിന്നെ ചെറുനായി 10 വിളിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ബോട്ടില്ലേ വേവണ്ട, കുട്ടികൾക്ക് കഴിക്കണം. വലിയാലും
ചെറുനാരങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, അങ്ങനെ പിന്നെ കല്ലുപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആഡാക്കിയിട്ട് കേട്ടോ. ഇനി നമുക്കതിനെ കുക്കറടിച്ച് നമുക്കതിൻ്റെ പാകപ്പെടുത്തുന്ന കാര്യങ്ങൾ നോക്കാം. ഓൾറെഡി വെള്ളം ഉണ്ടാവും കേട്ടോ. വരുമ്പോൾ തന്നെ ഓൾറെഡി തിളയ്ക്കേണ്ട വെള്ളം വരും. അപ്പം നമ്മളിനി വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യം നമുക്കിതിലില്ല. ഞാൻ നമ്മുടെ ബോട്ടി അടുപ്പത്തായി നോക്കണം കേട്ടോ. ഞങ്ങളുടെ വെളുപ്പിലത്തെ നാളികേരം പോയി കഴിച്ചിട്ട് നാളികേരം എടുത്താലും നമ്മൾ കൊപ്പറയായിട്ടൊക്കെ തുടങ്ങണ്ട അങ്ങനെ അവസ്ഥ. അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യം ഉണ്ടാക്കാൻ മാത്രം ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. തേങ്ങാപ്പാലൊക്കെ എടുക്കേണ്ട കേസുണ്ട്. വറക്കാനൊക്കെ അടിപൊളി. വിചാരിക്കുന്നത് കുറച്ച് ഉണ്ണിട്ടുണ്ടാക്കാൻ മനസ്സിലാവും. ഇതിൻ്റെ റെഡിയായിട്ട് വേണം ഉണ്ണിട്ടുണ്ടാക്കാനായിട്ട്. പിള്ളേർ കുറച്ച് ദിവസമായി പറയുന്നു കുറച്ച് ഉണ്ണിപ്പത്തിലേക്ക് എടുക്കാമല്ലോ. ഇതാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങൾ താഴെ പറയലും ഞാൻ വെച്ചിരിക്കണേ. ഇവിടെ പടല് പോലെ അങ്ങനെ കെട്ടിയിട്ടുണ്ട് വെള്ളം അങ്ങോട്ടേക്കൊന്നും പോകാണ്ടിരിക്കാനായിട്ട്. ഇവിടെയാണ് നമ്മുടെ അമ്മ തെറ്റിയിരിക്കുന്നത്. അപ്പോൾ കൂടെ നിറച്ചെടുക്കാം. ഇരുന്ന് ചൂടിരിക്കും, എന്നിട്ട് കാലിനേറ്റിലൊക്കെ ഇറക്കും. അപ്പം അങ്ങനെ. അപ്പോൾ നമുക്ക് ഇവിടെ നാളികേരം, അതേപോലെ തന്നെ പെരിഞ്ചീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ഒക്കെ കൂടി നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് അരച്ചെടുത്ത് നമ്മൾ കറിയിലിട്ട് നോക്കാം. എങ്ങനെ നോക്കാം. അമ്മയുടെ നല്ല മണമല്ലോ, ചെയ്തത് ഇത്തിരി മണമല്ലോ. അവ ഇങ്ങനെ ചെയ്യണത് അരയ്ക്കുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ. മണം പറയണ്ടേ എന്നിട്ടാ ഞാൻ ഇങ്ങനെ പേര് സോണിയ, ചേട്ടൻ്റെ പേര് സോണി, സോണി പിൻഡോ, സോണിയ CB പിൻഡോ. ഇതാണ് ഞങ്ങളുടെ മൂന്നാളുടെയും പേര്. രണ്ടാളും ആൺകുട്ടി, ഒരാൾ മാത്രം പെൺകുട്ടി. അറിയോ? അങ്ങനെ നമ്മുടെ ബോട്ടി വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് വെറുതിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കതിന് കഷ്ണം നോക്കിയാലോ ഉണ്ടോന്നുള്ളത്. നമ്മുടെ ബോട്ടി വെന്ത് കഴിഞ്ഞു കേട്ടോ. ബോട്ടി നമുക്ക് ഇങ്ങനെ സെറ്റാക്കണ്ടേ. ഇതിലില്ലേ ഇത് നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, സവോള കേട്ടോ. അത് നമുക്ക് കാച്ചാനായിട്ട് എടുക്കാം. നമുക്ക് ലാസ്റ്റ് എണ്ണയിലേക്ക് വരില്ല. നമുക്കിങ്ങനെ നോക്കാം കേട്ടോ. ഒരു ലേശം പെരുംജീരകം ഒന്ന് ഇടാട്ടോ അതിൽ. ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേഗം വാടിട്ടോ. അങ്ങനെ നമ്മുടെ സവോള വാടിക്കുന്നുണ്ടാ. നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ നാളികേരം വറുത്തരയ്ക്കുന്നതിനോട് മല്ലിപ്പൊടി കുറച്ച് മതി ഇങ്ങനെ വാട്ടണ സമയത്ത്. പക്ഷെ ഞാൻ അതുകൊണ്ട് ടേസ്റ്റ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ.
ശകലം ഒരു തുണ്ട് മഞ്ഞ ചൂട് നിൽക്കുന്ന മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ മണം മനസ്സിലായി. നമ്മുടെ കളർ പൊടി ഇത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അതിന് എരിവ് വേണ്ട. കഴിച്ചിട്ടിങ്ങനെ ഞാനിതിൽ ഓണത്തെ ഇങ്ങനെ ഇടാക്കുന്നുള്ളൂ. നമ്മൾ നാളികേരം അരച്ചിട്ടുണ്ടല്ലോ, അത് കാരണം ആ അതും കൂടി മിക്സ് ചെയ്യുമ്പോൾ എരിവ് അതുകൊണ്ട് കറക്റ്റായിരിക്കും. നമ്മുടെ കാശ്മീരി മുളക് അതൊക്കെ ചൂട് ജസ്റ്റ് ചൂട് പിന്നെ നമ്മുടെ ഗരം മസാല നമ്മൾ മിക്സാട്ടാ അങ്ങനെ പൊടിച്ചിട്ടുണ്ടായിട്ട് മസാല നമ്മുടെ നല്ല മണം. ശരിക്കും പൊടി മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വാങ്ങി പൊടിക്കുന്നതാണ്. നമ്മൾ അരച്ച് വെച്ച നാളികേരം അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചൂടാക്കി ഇടാം. ജസ്റ്റ് തളകാൻ കഴിഞ്ഞാൽ അടിപൊളി സംഭവം കേട്ടോ. ഇപ്പോഴും നല്ല മണ്ണാണ് കേട്ടോ. വെള്ളം ഇടാക്ക ഇപ്പോഴും നല്ല മണ്ണൊക്കെ കേട്ടോ. ഇവ നമ്മൾ തളകാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് അങ്ങനെ ചെയ്യാം. നീര് വെള്ളമുള്ളൂ നമ്മൾ തിളച്ചിട്ടാൽ നമുക്കിതിലേക്ക് ചെയ്യാതെ ശരി നമ്മളങ്ങനെ ഇളക്കി കൊടുക്കാം. ജസ്റ്റ് തള വെച്ച് നമുക്ക് ഉപ്പ് കൊണ്ടിട്ടല്ലേ. കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. ചെറുങ്ങനെ കരുതി സോണിയ സോണിയ പിടിച്ചു അപ്പൊ സീനായിട്ട് വരണ രണ്ടാൾക്കുള്ള അടിയേക്ക് പറഞ്ഞാടി ഞാൻ കുളിക്കില്ല. അപ്പൊ ഇത് ആലോചിച്ചിട്ട് രുചിയാണ്. സോണി എനിക്ക് മൂന്നാൾ കൂട്ടിട്ട് കഴിച്ചു ഹലോ അമ്മ എവിടെ ഉണ്ട്? പുറത്ത് റോട്ടിലൊക്കെ മാട്ടാനായിട്ടേ മണ്ണൊന്ന് വേറെ അങ്ങനെ നമ്മുടെ ബോട്ടി ഒന്ന് സെറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. സോണിയ അഭിപ്രായം പറഞ്ഞോളാം.
അപ്പൊ നമ്മുടെ പിള്ളേരാണ് കേട്ടാ ആദ്യം രുചി നോക്കാൻ മതി. തോണി എടുത്താൽ അങ്ങനല്ലോ. എടുക്കണം ഗ്രേവി സൂപ്പറായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് ഒരു ഭക്ഷണം നടന്നില്ല. സൂപ്പറായി വന്നില്ലേ കഴിയില്ലേ അത് കുറവുണ്ടെന്ന് കുറച്ചും കൂടി കുറവുണ്ടോ ഗ്രേവി ഷിബു എഴുതി നോക്കിയാ ഇപ്പത്തേക്ക് ക്യാമറയിൽ കാണില്ലായിരിക്കും. ഇവിടെ നിൽക്കാം ഷിബിടെ അടുത്ത് കഴിച്ചിട്ട് കാണ എടുക്കുക കഴിക്കുക. എങ്ങനെയുണ്ട് കഴിച്ചോ പറയാം. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയാം. ഗ്രേവി എങ്ങനെയുണ്ട് തോന്നിയാ ഞാൻ കഴിക്കണ എനിക്ക് ഇഷ്ടമായിട്ടാ. മറ്റൊന്നും അറിയാം കുത്തുന്ന ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ബോട്ടിക്കറി ഏതാണ്ടായിട്ടാ. ഇനി നമ്മുടെ കെറ്റം വന്നിട്ട് പണി കഴിഞ്ഞ് വരുമ്പോൾ ഇതിൽ കുറച്ച് പാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കും. അതാ നിങ്ങൾക്ക് ഇടാ സോ ഞാൻ തന്നില്ല ചെറുതായി കൂട്ടാടുത്തിട്ട് എല്ലാവരും കഴിച്ചോട്ടെ. ടേസ്റ്റ് നമ്മുടെ ഒരു ശീല. നമ്മുടെ വീടിന് എല്ലാവരും സപ്പോർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പാടും. എന്തായാലും പറയും ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയല്ല. എല്ലാവരും സപ്പോർട്ട് വേണ്ട. അതെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ പറ്റുള്ളൂ. അതെ എല്ലാം സംഭവം ചെയ്തോളൂ. ഇത്രയും പേര് എത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. ഞാനാണ് ഏറ്റവും വലിയ പപ്പൊന്ന് കഴിക്കാം. പപ്പൊന്ന് കഴിക്കാം. പപ്പൊന്ന് കഴിക്കണം. ഞങ്ങളുടെ പേരൊക്കെ എന്റെ പേര് സുട്ടു. സുട്ടു ചേച്ചിക്ക് ഇത്തിരി കുശുമ്പ. എന്റെ പേര് സിബി പിന്റോ. ചേട്ടന്റെ പേര് സോണി പിന്റോ. ചേച്ചിന്റെ പേര് സോണിയ. നമ്മുടെ ആള് തന്നെ വെയിറ്റ് ചെയ്യാട്ടാ. ആളുണ്ട് പറയാട്ടാ. നമ്മുടെ ആള് പണീന് വന്നിട്ടാ. കുറച്ച് കൂട്ടിയിട്ട് കറി ഇല്ലാണ്ട് നോക്കാം. ഇത്രയ്ക്കുണ്ട് ഞാൻ എടുത്തേക്കണം. അപ്പം ഞങ്ങളും കൂടി വെക്കും. അത് വേറെ കാര്യം. നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്താ പറയുന്നത് നമുക്കറിയണ്ടേ. വാ പോവാ. അപ്പാ അപ്പാ ഇത് കഴിച്ചിട്ട് പറഞ്ഞു അഭിപ്രായം. എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. വേണ്ട ഉപ്പ് സൈഡേ അവിടെയില്ലേ മതി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അത് 2 വർഷം ഞാൻ താങ്ങി തിന്നോണ്ടിരിക്കാം. വാങ്ങാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക ട്രൈ ചെയ്യാം. നിങ്ങൾക്കെല്ലാവരും വയ്ക്കാനുള്ള കറിയെന്ന് അറിയാം. എന്നാൽ ചെറിയൊരു ബ്ലോഗ് പോലെ ചെയ്തതാണ്.
ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം കേട്ടോ. ഇതേപോലെ വീഡിയോസൊക്കെ ഇനിയും വരും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. എന്നാൽ മാത്രം മുന്നേറാൻ പറ്റുള്ളൂ. അങ്ങനെ കട്ട സപ്പോർട്ട് വേണം കേട്ടോ. അടുത്തൊരു വീഡിയോസൊക്കെ വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. ഇത് ചെറുത് താങ്ക് യു. ബൈ ബൈ പറയും.